ഹായ്, PEB സെക്ടറിലുള്ള മറ്റൊരു കമ്പനിയുടെ ബിസിനസ് അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇ പാക്കിൻ്റെ ബിസിനസ് അനാലിസിസ് ചെയ്തിരുന്നു. PEB സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിംഗ് എന്ന് പറയും. അതായത് ഞാൻ ആ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ആ സെക്ടറിലെ രണ്ടാമത്തെ ഒരു കമ്പനിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് നാളെ മറ്റൊരു കമ്പനിയോട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഇത് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. മറ്റൊന്നുമല്ല, ഇവരുടെ എല്ലാം സെയിൽസ് ഗ്രോത്ത് കാണുമ്പോഴത്തേനും ഇവരുടെ എല്ലാം പ്രോഫിറ്റ് ഗ്രോത്തും ഇവരുടെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി കാണുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ബുള്ളിഷ്നെസ് ഈ ഒരു സെക്ടറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു സെക്ടർ ട്രാക്ക് ചെയ്താലേ നമുക്ക് ആ സെക്ടറിലെ ഏറ്റവും നല്ല കമ്പനികളെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ വെറുതെ റാൻഡമായിട്ട് ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് കണ്ടിട്ട് ആ ഒരു സ്റ്റോക്ക് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെക്ടറിലെ ഏറ്റവും വലിയ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന കമ്പനിയാണെന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. ഒരു സെക്ടറിലെ ഏറ്റവും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന കമ്പനിയിലായിരിക്കും കൂടുതൽ ആളുകൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും നല്ല ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ നല്ലൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാനും കൂടുതൽ ചാൻസ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ കമ്പനികളെല്ലാം തന്നെ നമുക്ക് സ്റ്റഡി ചെയ്യുന്നുണ്ട്. നാളെ നമുക്ക് അടുത്ത കമ്പനിയുടെ വീഡിയോ ചെയ്യാം. അത് ഇന്ററാർക്ക് എന്നാണ് കമ്പനിയുടെ പേര്. അത് നമുക്ക് നാളെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന M&B എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ അവരുടെ Q2 റിസൾട്ട് അപ്ഡേറ്റ് അവൈലബിൾ അല്ല. Q1 റിസൾട്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. Q2 റിസൾട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഏകദേശം ആ കമ്പനിയെ നിങ്ങൾക്ക് തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കമ്പനി അതെ നാളെ ചെയ്യാൻ പോകുന്ന ഇന്ററാർക്കിൻ്റെ Q2 റിസൾട്ട് വന്നിട്ടില്ല. സോ ഈ രണ്ട് കമ്പനികളുടെ റിസൾട്ട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കമ്പനി റിസൾട്ട് നോക്കിയതിന് ശേഷം ഇത് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനും നമുക്ക് എന്തൊക്കെ പോയിന്റാണ് നോക്കേണ്ടതെന്നുള്ളൊരു ധാരണ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ Q1 റിസൾട്ട് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സെയിൽസ് ഗ്രോത്ത് 69% ആണ്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് 150%. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഇ പാക്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 62%, 104% പ്രോഫിറ്റ് ഗ്രോത്ത് വരും. അത് Q2ലാണ്. ഇത് Q1ലാണ് ഞാൻ പറയുന്നത്. M&Bയുടെ Q1 ആണ്. എന്നാൽ പോലും അവർക്കും ഈ പറഞ്ഞ പോലെ 60 മുകളിൽ സെയിൽസ് ഗ്രോത്തും 150 മുകളിലാണ് അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേപോലെ നാളെ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് Q1 അവരുടെ Q1 സെയിൽസ് ഗ്രോത്ത് 25% ആണ്. സോ നമ്മൾ ഇ പാക്കിൻ്റെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ അവർ മാനേജ്മെൻറ്റ് കമ്പനിയിൽ നമുക്ക് മനസ്സിലാക്കിയത് ഒരു 30 to 35% മിനിമം അവർ ഗ്രോ ചെയ്യുമെന്നാണ് നമ്മളതിൽ മനസ്സിലാക്കിയത്. അതേപോലെ നമ്മൾ ഈ M&Bയുടെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് അവർ പറയുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 25% മുകളിൽ റവന്യൂ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. അതേപോലെ നാളെ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ അവർ പറയുന്നത് 25%, അവരും 25% മുകളിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഗ്രോത്ത് അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാണ്. സോ ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സെക്ടറിലുള്ള എല്ലാ കമ്പനികളും ഹൈ ഗ്രോത്ത് റേറ്റിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെല്ലാം ചെയ്യുന്ന ക്യാപെക്സ് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ M&Bയുടെ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഇ പാക്കിൻ്റെ പറഞ്ഞിട്ട് 160 കോടിയാണ് അവർ ഈ വർഷം ക്യാപെക്സ് ചെയ്യുന്നത്. M&Bയുടെ നമ്മളിപ്പോൾ സംസാരിച്ചൊരു മനസ്സിലാവും ഏകദേശം 130 to 150 കോടിയാണ് അവർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ടാർഗറ്റ് ചെയ്യുന്നത്. സോ അതേപോലെ ഇന്ററാർക്കും ഇതേപോലെ തന്നെ അവരുടെ ക്യാപെക്സ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കാണുമ്പോൾ എന്താ നല്ലൊരു ഗ്രോത്ത് റേറ്റ് മുന്നിൽ കാണുന്ന ഒരു സെക്ടറിലുള്ള കമ്പനികളെ ആ ക്യാപെക്സിലേക്ക് കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. സോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഏഷ്യൻ പെയിൻറ്റോ അല്ലെങ്കിൽ ബർഗർ പെയിൻറ്റ്സോ ഇൻഡിഗോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഈ രീതിയിലുള്ള ഈ ഗ്രോത്ത് മൊമെൻറ്റ് നമുക്ക് കാണില്ല. കാരണം അവിടുത്തെ കമ്പനികളിലൊന്നും ഗ്രോത്ത് വരുന്നില്ല. പെയിൻറ്റ് സെക്ടർ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫുട്വെയർ സെക്ടർ നോക്കി കഴിഞ്ഞാൽ റിലാക്സോയോ അല്ലെങ്കിൽ ബാറ്റയോ അല്ലെങ്കിൽ ക്യാമ്പസോ അങ്ങനെ ഏത് കമ്പനി നോക്കിയാലും മെട്രോ ബ്രാൻഡ്സ് ഇവരിലൊന്നും നമുക്ക് ഈ പറയുന്ന ഈ രീതിയിലുള്ള മൊമെൻറ്റ് അവിടെ കാണാൻ പറ്റില്ല. സോ രണ്ട് സെക്ടറും രണ്ട് ടൈപ്പ് ഓഫ് ബിസിനസ്സുമാണ്. അവിടെ തന്നെ ഗ്രോത്ത് റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഈ ഗ്രോത്ത് റേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഹൈ ഗ്രോത്ത്. ഇപ്പോൾ നമ്മൾ ജ്വല്ലറി സ്പേസ് നോക്കിയാൽ അവിടുത്തെ ഗ്രോത്ത് റേറ്റ് ഉണ്ട് 30, 35, 60, 50% ഉള്ള ആ രീതി ഗ്രോ ചെയ്യുന്നു. സോ ഇങ്ങനെയുള്ള സെക്ടേഴ്സിൽ ടെയിൽ വിൻഡ് നല്ല രീതിയിലുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കമ്പനികളിലെല്ലാം നല്ല ഗ്രോത്ത് റേറ്റ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് കിടക്കാം. ഇവർക്ക് രണ്ട് വിങ് ആണുള്ളത്. ഒന്ന് ഫീനിക്സ് എന്നും ഒന്ന് പ്രോഫ്ലെക്സ് എന്നും പറയും. ഫീനിക്സിൽ ഇവർ ചെയ്യുന്ന PEB സെക്ടറിലെ ബിസിനസ്സാണ് ചെയ്യുന്നത്. പ്രോഫ്ലെക്സിൽ ഇവർ ചെയ്യുന്നത് വെച്ചാൽ റൂഫിംഗ് സൊല്യൂഷനാണ്. സെൽഫ് സപ്പോർട്ടഡ് റൂഫ്സ് ആണ് അവരുടെ പ്രൊവൈഡ് ചെയ്യുന്നത്. റൂഫിംഗ് സൊല്യൂഷൻസ് ആണ് കൊടുക്കുന്നത്. PEBയിൽ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു ക്ലയൻറ്റിനെ കിട്ടിയാൽ അവർ ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം ഇവർ ഒരു ക്ലയൻറ്റുമായിട്ട് ഡിസ്കഷന് ശേഷം ഇവരുടെ ടീം ആ ക്ലയൻറ്റിന് വേണ്ട റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ട് ഇവർ തന്നെ അത് അവരുടെ പ്ലാനിലിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ട്രാൻസ്പോർട്ട് ചെയ്ത് ക്ലയൻറ്റിൻ്റെ സ്ഥലത്തെത്തിയിട്ട് അവിടെ ഇവർ അസംബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇവർ PEB സെക്ടറിൽ ചെയ്യുന്നത്. അതേപോലെ പ്രീഫ്ലെക്സിൽ ഇവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ റൂഫിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് സപ്പോർട്ടഡ്, അതായത് അതിന് വേറെ സപ്പോർട്ട് ചെയ്യുന്ന ബാറുള്ള കമ്പികളൊന്നും ഇതിന് വേണ്ട. അതല്ലാതെ തന്നെ രണ്ട് എൻഡിലെ വോള് മതി. അതായത് സ്റ്റീലിൻ്റെ ആണെങ്കിലും ഏതാണെങ്കിലും രണ്ടെന്തിലെ വോളിൽ തന്നെ ഇതിരുന്നു ആർച്ച് ഷേപ്പിലാണ് അത് വരുന്നത്. സോ അത് 9 മീറ്റർ തൊട്ട് 34 മീറ്റർ വരെ വീതിയിലുള്ള തന്നെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രോഫ്ലെക്സിൽ. അതേപോലെ പ്രോഫ്ലെക്സിന് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമ്മുടെ ബോർവെലിനൊക്കെ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ പോലത്തെ വെഹിക്കിളാണ്. അതായത് ഇവർ ആ ഓൺ സൈറ്റിൽ പോയിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അതിനങ്ങനെ അവർക്ക് 14 വെഹിക്കിൾസ് ഉണ്ട് അത് ഈ പ്രോഫ്ലെക്സിൻ്റെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അതേപോലെ അതിൽ അവർ ക്യാപെക്സ് ചെയ്യുന്നുണ്ട്. എത്ര നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ ഫിനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിൽ അതിലേക്ക് പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഫീനിക്സിൻ്റെ കാര്യം നോക്കിയാൽ PEB സെക്ടറിൻ്റെ കാര്യം നോക്കിയാൽ അവർക്ക് 2 പ്ലാന്റാണുള്ളത്. സാനന്ദിൽ ഒരു പ്ലാന്റ് ഉണ്ട് ഗുജറാത്തിൽ. അതേപോലെ തമിഴ്നാട് ചെയ്യാറിലും ഒരു പ്ലാന്റ് ഉണ്ട്. സോ ഈ 2 പ്ലാന്റിലൂടെ ആയിട്ട് സാനന്ദിൽ 72,000 മെട്രിക് ടണ്ണും തമിഴ്നാട്ടിൽ 31,800 മെട്രിക് ടണ്ണും അങ്ങനെ ടോട്ടൽ 1 ലക്ഷത്തിന് മുകളിലാണ് അവരുടെ
കപ്പാസിറ്റി മെട്രിക് ടൺ. അതിൽ ഏകദേശം ഒരു 75 to 80% ആണ് ഇവർക്ക് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാക്സിമം പറ്റുക ഈ ഒരു ഫീൽഡിൽ. സോ അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഏകദേശം 58,000 മെട്രിക് ടണ്ണോളം ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരിപ്പം സാനന്ദ് പ്ലാന്റിൽ എക്സ്പാൻഷൻ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത Q1ലേക്ക് 20,000 മെട്രിക് ടണ്ണോടെ ആ സാനന്ദ് പ്ലാന്റിൽ ആഡ് ചെയ്യും. അത് ആഡ് ചെയ്തതിന് ശേഷം ചെയ്യാർ പ്ലാന്റിലേക്ക് ഇവർ ഇതേപോലെ തന്നെ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ അവർ ഓൾറെഡി 6 കോടി രൂപയോളം കഴിഞ്ഞ Q1ൽ അവർ ക്യാപെക്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 45 കോടിയോളം ഇനി ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവർ ടോട്ടൽ ക്യാപെക്സ് ഇവർ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 130 കോടിയാണ്. ഇവരുടെ IPO വന്നിരുന്നത്, അത് ഞാൻ പറഞ്ഞിരുന്നില്ല, ഇവർ IPO വന്നിരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. ഈ പാക്കിൻ്റെത് കഴിഞ്ഞ ഈ മാസമായിരുന്നെങ്കിൽ ഇവരുടെ 2 മാസം മുമ്പാണ് വന്നിരുന്നത്. സോ 130 കോടിയാണ് അവർ ക്യാപെക്സ് പറഞ്ഞിരുന്നെങ്കിൽ അത് കൂടാതെ ഒരു 25 to 30 കോടി കൂടെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു 150 കോടിയെങ്കിലും മിനിമം ഈ വർഷം ക്യാപെക്സ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഈ തമിഴ്നാട്ടിലെ പ്ലാന്റിൽ ഇവരടുത്ത് Q1ന് ശേഷമായിരിക്കും അവിടെ ഇവർ ക്യാപെക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാക്കിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അവരുടെ ബിസിനസ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്പീഡാണ്. ഈ PEB സെക്ടറിലുള്ള എല്ലാവർക്കും തന്നെ നോർമലി കോസ്റ്റിൽ കുറവുണ്ടാകാറുണ്ട്. കാരണം സാധാരണ സിമെൻറ്റ് കോൺക്രീറ്റ് ബിൽഡിങ്ങിനെ കഴിഞ്ഞ് കോസ്റ്റിൽ നല്ല രീതിയിൽ കുറവുണ്ട്. ലേബർ ആൾക്കാരുടെ എണ്ണത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് മൊത്തത്തിൽ കുറയാറുണ്ട്. പിന്നെ വർക്കിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കുറച്ചും കൂടെ ഒരേ സമയത്ത് പല വർക്കുകൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വർക്കിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. സോ ഇതെല്ലാം ഇതിന് കോമൺ ആയിട്ടുള്ളതാണ്. പക്ഷേ പാക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അവരുടെ വർക്കിൻ്റെ സ്പീഡ് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കഴിഞ്ഞൊക്കെ ഒരുപാട് മുകളിലാണെന്നാണ്. നമ്മളവിടെ പറഞ്ഞിരുന്നു 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് അവർ 150 മണിക്കൂർ 6.5 ദിവസം കൊണ്ട് ചെയ്തിരുന്നു. സോ അവരവരുടെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ആ സ്പീഡിനെയാണ്. ആ സെയിം ടൈമിൽ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ മാർജിൻസ് ആണ്. എബിറ്റ മാർജിൻസ് ആണ്. എബിറ്റ മാർജിൻസ് അറൗണ്ട് 14% ഉണ്ട്. പാക്കിൻ്റെ എടുത്താൽ അവർ 10.5 to 11.5 ആണ് അവരുടെ ടാർഗറ്റ് തന്നെ. ഈ എബിറ്റ മാർജിൻ്റെ ടാർഗറ്റ് എബിറ്റ മാർജിൻ വരുന്നത് എന്താ മനസ്സിലാവുന്നത്, അതായത് നമ്മുടെ റവന്യൂവിൻ്റെ കൂടുതൽ പോർഷൻ നമുക്ക് പ്രോഫിറ്റിലേക്ക് കിട്ടും. ആ പ്രോഫിറ്റിലേക്ക് അത്രയും രീതിയിൽ റവന്യൂവിൻ്റെ കൂടുതൽ പോർഷൻ പ്രോഫിറ്റിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും, P റേഷ്യോ അതുപോലെ കുറയും, EPS കൂടും. സോ അതുകൊണ്ട് ഇവർക്ക് മാർജിൻ കൂടുന്ന എപ്പോഴും ഒരു കമ്പനിക്ക് ബെനിഫിഷ്യലാണ്. സോ ഇവരുടെ 14% ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ബിസിനസ്സിൽ നിന്നിട്ട് ഇവർ 10 to 11% തന്നെയാണ് ഇവർക്ക് ബാക്കിയുള്ളവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ പോലെ തന്നെ മാർജിൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് എക്സ്പോർട്ട് ഉണ്ട്. മെയിനായിട്ട് ഇവർ 22 കമ്പനിയിൽ മൊത്തത്തിൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവരെ. പക്ഷേ അവരുടെ മെയിനായിട്ട് ഇപ്പോഴത്തെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് US-ലേക്കാണ്. അവർ കഴിഞ്ഞ വർഷം ഏകദേശം 1000 കോടി മൊത്തം റവന്യൂ ജനറേറ്റ് ചെയ്തതിനകത്ത് 65 കോടി US-ലേക്കാണ് അവർ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. സോ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഇവർക്ക് 25 to 27% എബിറ്റ മാർജിൻ. സോ ഇന്ത്യയിൽ 10-11% മാർജിൻ കിട്ടുമ്പോഴത്തേന് അവർക്ക് US-ലേക്കുള്ളതിൽ 25 to 27% മാർജിൻസ് കിട്ടുന്നുണ്ട്. ആ എക്സ്പോർട്ടാണ് ഇവർക്ക് ഇത്രയും രീതിയിൽ മാർജിൻസ് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി കമ്പനിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഈ 65 കോടി എന്നുള്ളത് 3 times ആക്കുക എന്നുള്ളതാണ്. അതായത് ഏകദേശം 200 കോടിയിലേക്ക് എക്സ്പോർട്ട് റവന്യൂ എത്തിക്കുക എന്നുള്ളത്. സോ എക്സ്പോർട്ട് റവന്യൂ 200 കോടിയിലേക്ക് എത്തിക്കുമ്പോഴത്തേന് അവർ 25 to 27% എബിറ്റ മാർജിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 50 കോടിക്ക് മുകളിലാണ് എബിറ്റ തന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 200 കോടി എന്നുള്ളത്. അപ്പം നല്ല രീതിയിൽ ഇവരുടെ മാർജിൻസ് ഇമ്പ്രൂവ് ചെയ്യുക. അതായത് ഇവർക്കൊരു 30% ഗ്രോ ചെയ്താൽ തന്നെ 1000 നിന്ന് 1300 കോടിയാവും ടോട്ടൽ റവന്യൂ. സോ അതിൽ 200 കോടി എക്സ്പോർട്ട് റവന്യൂ. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ 6% ഉണ്ടായിരുന്നത് ഈ ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോഴത്തേന് 10 to 15% എക്സ്പോർട്ട് റവന്യൂ കൂട്ടും. അത് ഇവരുടെ മാർജിൻസിനെ ഇമ്പ്രൂവ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതുപോലെ ഇവർ അടുത്ത ഫിനാൻഷ്യൽ ഇയർ 27-ലേക്ക് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 20% ടോപ്പ് ലൈൻ, അതായത് റവന്യൂ ഗ്രോത്തിൻ്റെ 20% എക്സ്പോർട്ട് ആക്കാനായിട്ടാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഇനി വരുന്ന 1-2 വർഷത്തിൽ മാർജിൻസിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ തന്നെ അവരുടെ മാർജിൻസ് എന്ന് പറഞ്ഞാൽ ആ സെക്ടറിലെ ഏറ്റവും ഹയസ്റ്റ് ആണ്, 14%. സോ ഇവിടുന്ന് വീണ്ടും മാർജിൻസ് അത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അവർ തന്നെ പറയുന്നുണ്ട് മാർജിൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ള കാര്യം. അതേപോലെ റവന്യൂ ഗ്രോത്ത് 25% ആണ് ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇവരുടെ ഓർഡർ ബുക്കും ഇവർ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് 7 to 8 മാസമാണ് എടുക്കുന്നത്. ഓൾറെഡി ഇവരുടെ 843 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. അതേപോലെ മാസം അറൗണ്ട് 100 കോടി രൂപയോളം പുതിയ ഓർഡർ ബുക്ക് ഇവർ ജനറേറ്റ് ചെയ്യാറുണ്ടെന്നാണ് മാനേജ്മെൻറ്റ് പറഞ്ഞത്. ഒരു ആവറേജ് മന്ത്ലി ഒരു 100 കോടി വെച്ച് എക്സ്പെക്ട് ചെയ്യാനാണ് പറഞ്ഞത്. സോ അപ്പോൾ ഇനി നോക്കിയാൽ പോലും ഇത് പറഞ്ഞിരുന്ന Q1-ലാണ്, Q2 റിസൾട്ട് വന്നിട്ടില്ല. സോ ആ സമയത്ത് നോക്കിയാൽ ഇവരിൽ 843 കോടിയുടെ ഓർഡർ ബുക്ക് ഉണ്ട്. പിന്നീട് ഒരു 9 മാസം റിമൈൻ ചെയ്യുന്നുണ്ട്. സോ അത് നോക്കിയാൽ 900 കോടി പ്ലസ് ഈ പറഞ്ഞ 843 കോടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1700 കോടി രൂപയോളം ഓർഡർ ബുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇതെല്ലാം നോക്കുമ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന 25% റവന്യൂ ഗ്രോത്തിന് മുകളിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മാനേജ്മെൻറ്റിനോട് പലതവണ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ചാൻസ് ഉണ്ട്. പക്ഷേ അത് ഇവർ ഒരു പക്ഷേ ഈ Q2 വന്നാൽ ഇവരുടെ റവന്യൂ ടാർഗറ്റ് കുറച്ചുകൂടെ റിവൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്, കുറച്ചുകൂടെ കൂട്ടാൻ സാധ്യതയുണ്ട് Q2-ലോ Q3-ലോ ആയിട്ട്. അവരുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് അവരത് മെയിനായിട്ട് പറയുന്ന റീസൺ എന്ന് വെച്ചാൽ ഒന്ന് എക്സ്പോർട്ടിൻ്റെ കാര്യമാണ്. എക്സ്പോർട്ടിൽ ഇപ്പോൾ അവർക്ക് താരിഫിൻ്റെ ഇഷ്യൂ ഇപ്പോൾ അവർ എഫക്ട് ചെയ്തിട്ടില്ല. കാരണം അവർ ഓൾറെഡി ആദ്യം താരിഫ് വന്നപ്പോൾ തന്നെ സെക്ടോറൽ താരിഫായിട്ട് ഇവർക്ക് 50% ഓൾറെഡി താരിഫുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന 25% റെസിപ്രോക്കൽ താരിഫ് കഴിഞ്ഞ Q1-ൽ വന്നിരുന്നത് അവരെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്.
കാരണം ഓൾറെഡി ഇവർക്ക് 50% താരിഫ് തന്നെയാണ് ഇവർ വരുന്നത്. പക്ഷേ ഒരു കൺസേൺ ഉള്ള ട്രംപ് ആയതുകൊണ്ട് തന്നെ എന്താണ് നാളെ സംഭവിക്കാമെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു രീതിയിൽ ഇപ്പോൾ ടാർഗറ്റ് തരുന്നില്ല. 25% തന്നെയാണ് അവർ റവന്യൂ ഗ്രോത്ത് ആയിട്ട് പറയുന്നത്. സോ അതിന് മുകളിൽ പെർഫോം ചെയ്യാനുള്ള സകല സാധ്യതയുണ്ട്. നമ്മൾ ഈ പാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, അവരും 30 to 35 നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ അതിന് മുകളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇവർ ഇപ്പം 25% റവന്യൂ ഗ്രോത്ത് പറഞ്ഞിട്ട് ഇവർ മാർജിൻസ് ഇനി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ റവന്യൂ ഗ്രോത്ത് ഇനി കൂടുകയും മാർജിൻസ് ഇമ്പ്രൂവ് ചെയ്താൽ ഇവരുടെ ടോപ്പ് ലൈനിൽ നിന്ന് ഇവരുടെ ബോട്ടം ലൈനിലേക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. സോ അത് ഇവരെ കൂടുതലായിട്ട് സ്റ്റോക്കിനെ ബെനിഫിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ ഈ പാക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവരുടെ മാനേജ്മെൻറ്റ് പറയുന്നത് 40% റവന്യൂ ആണ് H1 വരിക, അതേപോലെ 60% റവന്യൂ H2 വരുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ H1 വരുന്ന ഈ Q1 Q2 റിസൾട്ടിനെ കഴിഞ്ഞ് മുകളിൽ Q3 Q4 വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതും നമുക്ക് ഈ Q2 റിസൾട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. Q3 Q4 ഏകദേശം എത്രയായിരിക്കും ബിസിനസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 40-60 ആണ് പറഞ്ഞിരിക്കുന്നത് അതിനെ പറ്റിയിട്ട്. പിന്നെ നമുക്ക് പറയാനുള്ളത് പ്രോഫ്ലെക്സിൻ്റെ ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. പ്രോഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, റൂഫിംഗ് സൊല്യൂഷനാണ്, സെൽഫ് സപ്പോർട്ടഡ് ആണ്. അവർക്ക് അതിൻ്റെ അടിയിൽ വേറെ മറ്റേ കമ്പികൾ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. ഓൾറെഡി ഇന്ത്യൻ റെയിൽവേ ഇവരുടെ പ്രൊഡക്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് റെയിൽവേയുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവരുടെ പ്രൊഡക്റ്റുകൾ ഇനിയിപ്പം കോൺട്രാക്ട് എടുക്കുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ സെൽഫ് സപ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇതിനടിയിൽ വേറെ ബാറുകൾ കമ്പികളൊന്നും വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ പക്ഷികളും മറ്റൊന്നും ഇതിനടിയിൽ കൂട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് ഇപ്പം വന്ദേ ഭാരതിൻ്റെ യാർഡ് ഇവരാണ് ചെയ്യുന്നത്, അതേപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമിന് റൂഫ് ഇവരാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഒന്നും ഈ പറഞ്ഞ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇവരുടെ റൂഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിൽ ടോട്ടൽ ഇപ്പോൾ ഇന്ത്യയിൽ 20,000-ന് മുകളിൽ എന്താ പറയുക ലെവൽ ക്രോസുകളുണ്ട്. ആ ലെവൽ ക്രോസുകളെല്ലാം ഇന്ത്യൻ റെയിൽവേ അണ്ടർ പാസ് ആക്കാനായിട്ടും അല്ലെങ്കിൽ മെയിൻ സിറ്റികളിലേക്കാണ് ഓവർ പാസ് ആക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് അണ്ടർ പാസ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, റെയിൽവേ അണ്ടർ പാസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, രണ്ട് എൻഡിലും ഈ അണ്ടർ പാസിനുള്ളിലേക്ക് മഴവെള്ളം വീഴാതിരിക്കാനായിട്ട് റൂഫിംഗ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ കോൺട്രാക്ട് 20,000-ന് മുകളിലുണ്ട് ഇപ്പോൾ തന്നെയുള്ള ലെവൽ ക്രോസിൻ്റെ എണ്ണം. ഇതൊക്കെ ഇനി അണ്ടർ പാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇവർ ഓൾറെഡി ഇപ്പം ഇവരുടെ പ്രൊഡക്റ്റ് റെയിൽവേ അപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇനി കോൺട്രാക്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് ഓർഡർ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ആ ഒരു രീതിയിൽ പ്രോഫ്ലെക്സിന് നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിടക്കുന്നുണ്ട് പ്രോഫ്ലെക്സിൻ്റെ കാര്യത്തിൽ. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മൊത്തത്തിൽ ഈ ബിസിനസ്സിനെ പറ്റി പറയാനുള്ളത്. രണ്ട് വിങ്ങിനെ പറ്റി നമ്മൾ സംസാരിച്ചു, അവരുടെ ക്യാപെക്സിനെ പറ്റി സംസാരിച്ചു, മാർജിൻസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, അവരുടെ റവന്യൂ ഗ്രോത്തിൻ്റെ ഗൈഡൻസിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ആ സെക്ടറിലുള്ള ടെയിൽവിൻഡിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. 10-12% ആ സെക്ടർ ഗ്രോ ചെയ്യുന്നതാണ് മൊത്തത്തിൽ. ഇപ്പോൾ എല്ലാ കമ്പനികളുടെയും മാനേജ്മെൻറ്റ് പറയുന്നത് വെച്ച് നോക്കി നമുക്കത് മനസ്സിലാവും. മൊത്തത്തിൽ എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, 10-12% ഗ്രോത്ത് സെക്ടറിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു 3-4 വർഷത്തേക്ക് ഒരു 2029 to 2030 വരെ ആ രീതിയിലുള്ള ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ മാർക്കറ്റ് ഷെയർ അതിപ്പം അൺഓർഗനൈസ്ഡ് പ്ലേയേഴ്സിലാണ് മെയിനായിട്ട് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് 55-60% അൺഓർഗനൈസ്ഡ് പ്ലേയേഴ്സാണ് PEB സെക്ടറിലുള്ളത്, 40-45 ആണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളവരുള്ളത്. സോ അത് 2029 ആകുന്ന സമയത്ത് ഏകദേശം 45-50% ഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് ആവുമെന്നാണ് പറയുന്നത്. സോ അതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവിടെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ മൊത്തം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെ PEBയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 3-5% ഇപ്പോൾ ഉള്ളൂ. അത് 5-7% ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ എല്ലാ മാനേജ്മെൻറ്റും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ മൊത്തത്തിൽ ആ സെക്ടറിൽ ആ രീതിയിലാണ് ഗ്രോത്ത് എക്സ്പെക്ടേഷൻ ഉള്ളതെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് കമ്പനിയുടെ വാല്യുവേഷനെ പറ്റിയിട്ടാണ്. നമ്മൾ പറഞ്ഞ ഈ പാക്കിനാണെങ്കിലും അതേപോലെ തന്നെ M&Bയുടെ ആണെങ്കിലും നാളെ പറയാൻ വന്ന കമ്പനിയുടെ ആണെങ്കിലും ഏകദേശം വാല്യുവേഷൻ ഇപ്പോൾ ഏകദേശം ഒരേ ലെവലിലാണ് കിടക്കുന്നത്. 30ക്ക് മുകളിലാണ് എല്ലാ കമ്പനികളിലും ഇപ്പോഴത്തെ PE റേഷ്യോ കാണിക്കുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള PE റേഷ്യോനെ പറ്റില്ല. നമുക്ക് വേണ്ടത് PE റേഷ്യോ, ഫോർവേഡ് PE റേഷ്യോ ആണ് നോക്കേണ്ടത്. ഫോർവേഡ് PE നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഏകദേശം ഒരു 25% ആണ് മാനേജ്മെൻറ്റ് പറയുന്നത്. സോ അത് നമുക്കപ്പോൾ 20-25% ഒക്കെ തന്നെ 25-30% ഒക്കെ തന്നെ എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഫോർവേഡ് PE വരുന്നത് 26-27 അതായത് ഏകദേശം 100 കോടി രൂപ റവന്യൂ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനാണ് സാധ്യതയുള്ള കമ്പനിയുടെ ഇപ്പോഴത്തെ ഗൈഡൻസ് വെച്ചിട്ട്. സോ അങ്ങനെ വന്നാൽ 26-27 ആണ് ഇവരുടെ PE റേഷ്യോ, ഫോർവേഡ് PE എന്ന് പറയുന്നു. ഈ പാക്കിൻ്റെ ഫോർവേഡ് PE എന്ന് പറയുന്നു ഏകദേശം 26-27% ആണ്. ഈ പാക്ക് 30-35% ഗ്രോത്ത് എഞ്ചിനാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 25-30% ആണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇനിയിപ്പോൾ ഇവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ടിരിക്കും ആരായിരിക്കും ഇവർ ടോപ്പായിട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. നാളെ ഇപ്പോൾ നമുക്ക് ഇതേ ഫീൽഡിൽ തന്നെയുള്ള ഒരു കമ്പനിയോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും മൊത്തം സെക്ടറിലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.